കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ നാട്ടിൽ സുന്നികൾ എന്ന ഒറ്റ വിഭാഗവും മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാർ എന്ന് ഇവിടുത്തെ പരമ്പരാഗത സുന്നികൾ ആക്ഷേപിക്കുന്ന വിഭാഗം വേറെയുമായിരുന്നു. അതിൽ തബ്ലീഗ് ജമാഅത്ത് അങ്ങനെ വേറെ ചില ഉപവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഖാദിയാനികളെ പോലെയുള്ള ആളുകളെ ഇവരെല്ലാവരും ചേർന്ന് ഇസ്ലാമിന് പുറത്താണ് എന്ന് വിധി എഴുതിയിട്ടുണ്ട്. ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ സുന്നി ഷിയ തർക്കം വരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന എല്ലാ വിഭാഗവും, ഖാദിയാനി ഒഴികെയുള്ള ബാക്കി എല്ലാവരും, നമ്മുടെ നാട്ടിലുള്ള സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി എല്ലാവരും എന്താവും, സുന്നി വിഭാഗത്തിൻ്റെ ആൾക്കാരായി മാറും. അത് വേറെ ഒരു ഇന്റർനാഷണൽ കഥ. അത് പോട്ടെ. ഞാൻ ഇന്ന് പറയാൻ വന്നത്, നമ്മുടെ നാട്ടിലെ സുന്നികളിൽ APEK പിളർപ്പുണ്ടായതിനു ശേഷം, അതേപോലെ തന്നെ AP വിഭാഗം കൂടുതലായിട്ട് ഒരു CPMനോട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോട് ചായ്വ് വന്ന ഒരു കാലഘട്ടം, അതിൽ തന്നെ അവർക്ക് അരിവാൾ സുന്നികൾ എന്ന പേര് കിട്ടിയ കാലഘട്ടം. അപ്പോൾ APEK പിളർപ്പിൻ്റെ കാലം എന്ന് പറയുന്നത് സുന്നി വിഭാഗത്തിൻ്റെ ആ മഹല്ലുകളുമായി കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്ന ആളുകൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമായിരിക്കും. അവിടെ പള്ളി പിടിക്കലും സംഘടനാ പ്രവർത്തനവും കുത്തിത്തിരിപ്പും ഒക്കെ ആയിട്ട് AP വിഭാഗം കളം നിറഞ്ഞ് കളിച്ചിരുന്നു. കാരണം എല്ലാ പള്ളികളും പരമ്പരാഗതമായിട്ട് ഒരു സുന്നികളാണ്. AP വിഭാഗം സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വേറെ ടീം ഉണ്ടാക്കുന്നു. അപ്പോൾ അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ പള്ളി കമ്മിറ്റികൾ അവരുടെ കൈക്കലാക്കി, പിന്നെ അത് AP പള്ളിയാക്കി, അങ്ങനെ പള്ളി പിടിക്കുക, മദ്രസ പിടിക്കുക എന്നൊക്കെ പറയുന്ന വലിയ പരിപാടികളുണ്ടായിരുന്നു. ഇവർക്ക് പള്ളി പിടിക്കാൻ പറ്റാത്തടത്ത് അവർ ഏതെങ്കിലും ചെറിയ ഷെഡ് കെട്ടി അവിടെ 2, 3, 4, 5 കുട്ടികളെ മാത്രം വെച്ചിട്ടാണെങ്കിലും മദ്രസ തുടങ്ങി, AP മദ്രസ തുടങ്ങി, പിന്നെ പിരിവും കാര്യങ്ങളൊക്കെ ആയി അവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി, ഇങ്ങനെ. അപ്പോൾ ഈ ഫിത്നയും ഫസാദും എന്ന് സാധാരണക്കാരായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ ഇതൊക്കെ കണ്ട് മനസ്സ് വേദനിച്ചിരുന്നു. ആ തരത്തിലുള്ള ഒരു ഓർമ്മയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഒരു മൂല്യരുടെ വയലിന്റെ ഭാഗമായിട്ട് കേട്ടപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കേൾപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ. നമുക്ക് കേൾക്കാം. മുമ്പൊരിക്കെ ഞാൻ ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോ അവിടുത്തെ പ്രസിഡന്റിനോട് ചോദിച്ചു, പ്രസിഡന്റിനോട് ചോദിച്ചു, എന്റെ ഈ നാട്ടിലെ ഹാലെന്താ, ഇവിടെ സംഘടനകളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. നമ്മള് സംഘടനയുടെ ആളാകുമ്പോ പിന്നെ അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അവിടുത്തെ പ്രസിഡന്റിന്റെ നാടൻ കാക്കൻ, അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളെ നാട്ടിൽ ഒരു സംഘടനയില്ല, ഒരു പ്രശ്നവും, നല്ല സന്തോഷവും സമാധാനവും. അതിന്റെ കാരണം എന്താണെന്ന് അറിയിച്ചു. എന്താ ചോദിച്ചു? അതിന്റെ കാരണം എന്താ വെച്ചാൽ അവിടെ മൂല്യന്മാരില്ല. സംഘടനാ പ്രശ്നങ്ങളിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ സംഘടനാ കാര്യങ്ങളിൽ ഇടപെടുന്ന മൂല്യന്മാരില്ല. ആ കാലഘട്ടത്തിൽ സംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്ന മൂല്യന്മാർ ചുരുക്കമാണ്. കാരണം എല്ലാവരും ഒന്നുകിൽ AP അല്ലെങ്കിൽ EKയിൽ ഉറച്ചു നിൽക്കുക, ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നു. പല മഹല്ലുകളിലും അത് വലിയ കലഹങ്ങളിലേക്കും അടിപിടിയിലേക്കും കത്തിക്കുത്തിലേക്കും ഒക്കെ എത്തിയ ചരിത്രങ്ങൾ ഞാൻ താമസിച്ചിരുന്ന മണ്ണാർക്കാടിനും പരിസരത്തും തന്നെ ഉണ്ട്. നമ്മളെ മദ്രസയുമായി ബന്ധപ്പെട്ടും പള്ളിയുമായി ബന്ധപ്പെട്ടും വലിയ പ്രശ്നം, കോലാഹലങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നില്ല. കാരണം അതവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു EK സുന്നി വിഭാഗത്തിൻ്റെ ഒരു സ്വാധീനം ഉള്ള ഒരു പ്രദേശമായിരുന്നത് കൊണ്ട് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഞങ്ങളുടെ പള്ളീൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ, അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മദ്രസയുടെ തൊട്ടപ്പുറത്ത് വേറെ ഒരു ഷെഡ് കെട്ടിയ ഒരു മദ്രസയൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായി വന്നതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ വയസ്സായ കാക്ക എന്താ പറഞ്ഞു വെച്ചാൽ, ഞങ്ങളവിടെ സംഘടനയില്ല, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ ഈ മഹല്ലിൽ ഒരൊറ്റ മൂല്യരും ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ നാട്ടിൽ പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഒറ്റ മൂല്യരും ഇല്ല. എല്ലാത്തൊരു ഭക്ഷണത്തരയിപ്പോയി. കാരണം ഒറ്റ മൂല്യരും ഈ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു പ്രശ്നം പടില്ല. അപ്പൊ ഞാൻ നിങ്ങളെന്താ അങ്ങനെ പറയണമെന്ന് വെച്ചു. ആ കാക്കാക്ക് അതറിയാം. എവിടെ ഈ മൂല്യന്മാര് വന്നോ, എവിടെ മൂല്യന്മാര് ഇടപെട്ടോ, അവിടെ ഈ മതത്തിനകത്ത് തന്നെ തല്ലും വെക്കാണോ, കച്ചറയും പിച്ചറിയാണ്. സംഘടനാപരമായിട്ട് ചേരി തിരിഞ്ഞ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവിടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തി, വെല്ലുവിളിച്ച്, ചീത്ത വിളിച്ച്, ഒരാളുടെ ക്ലിപ്പ് അവിടുന്ന് ഇവിടുന്ന് കട്ടുമുറിച്ചെടുത്തുകൊണ്ട് വന്ന് മറ്റവനെ പരിഹസിച്ച്, ഇങ്ങനെ മുസ്ലിം സമൂഹത്തിലെ സാധാരണ മനുഷ്യന്മാർക്ക് തന്നെ തലവേദനയാവുന്ന തരത്തിൽ മൂല്യന്മാർ അധപ്പതിച്ചിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിലെ ഓർമ്മകളിലാണ് ഈ അവിടുത്തെ നാടൻ കാക്ക ഈ ഉസ്താദിനോട് മുഖത്തടിച്ചതുപോലെ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഈ ഓർമ്മ നിങ്ങളുടെ മനസ്സിലുള്ള ആളുകൾ, ഇഷ്ടംപോലെ ആളുകളുണ്ടാവും, വിശ്വാസികളോ അല്ലാത്തവരൊക്കെ, അവർക്കൊക്കെ ആ കാലം ഒന്ന് ഓർത്തെടുക്കാൻ ഈ വീഡിയോ സഹായിക്കും. അപ്പൊ എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കാക്ക വൃത്തിയായിട്ട് അതിന്റെ കാര്യം പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞങ്ങൾ അടുത്ത മഹല്ലിൽ കുറച്ച് ഓതാൻ പോണ മൂലയിരുട്ടികളുണ്ട്, കുറച്ച് ഓതാൻ പോണ മൂലയിരുട്ടികളുണ്ട്. അറ്റിങ്ങൾ ഓതാൻ പോക്ക് തുടങ്ങിയതോടുകൂടെ ആ നാട് ഫസാദായി.
ഇപ്പൊ മറുപടിയും കുറുപടിയും പ്രശ്നവും മറുപടിയും പള്ളിയും മദ്രസയും പ്രശ്നങ്ങൾ ആകെ പ്രശ്നം ഒക്കെ കാരണം 2-3 ദിനേശ് വീഡിയോകൾ അവിടെ ഉണ്ടായതാണ്. സത്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ മുതഅല്ലിമീങ്ങൾ ഫിത്നയുടെയും ഫസാദിന്റെയും മഹിലുകാരാണെന്ന് പൊതുജനം വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനിടയിൽ കൂടി ഇയാൾ പറഞ്ഞ ഈ ദിനേശ് ബീഡിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ, AP വിഭാഗം സുന്നികൾ അവരുടെ കുത്തിത്തിരിപ്പിന്റെയും അവരുടെ ഫസാദിന്റെയും അവരുടെ അലമ്പിന്റെയും ഒക്കെ കഥകൾ കേട്ടാൽ പോലും നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകുന്ന കഥകളാണ്. കുതന്ത്രത്തിലൂടെ പള്ളി പിടിക്കേണ്ടത് എങ്ങനെയെന്ന് കാന്തപുരം ക്ലാസ് എടുത്തു കൊടുക്കുന്ന വീഡിയോ വരെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ പോലും നമ്മൾ ഏതെങ്കിലും തരത്തിൽ നിരന്തരമായിട്ട് ഇസ്ലാം മത വിമർശനം നടത്തുന്ന പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. അൽ ഉസ്താദ് റോസ്റ്ററിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും മോശമായിട്ട് നമ്മളെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും അസഹിഷ്ണുത കാണിക്കുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്ന വിഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, അത് AP വിഭാഗത്തിൻ്റെയാണ്. അത് ആ ഒരു നിലവാരം ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നാടൻ ഭാഷയിൽ നാട്ടുകാരുടെ ഇടയിൽ വിശ്വാസികൾ പൊതുവിൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന AP ഒഴികെയുള്ള വിഭാഗങ്ങളുടെ ഇടയിൽ പൊതുവെ പറയപ്പെടുന്ന പേരാണ് ഒരുമാതിരി ഈ കാന്തക്കുട്ടികളുടെ പോലെ എന്ന് പറയും. കാരണം അതൊരു പ്രത്യേക തരം സ്വഭാവമാണ് അവരുടെ. കുത്തിത്തിരിപ്പിൻ്റെ ആശാന്മാരാണ്, അലമ്പാണ് എന്ന് പറയുന്നതിൽ ഒരു മടിയില്ല. ഞാൻ പറഞ്ഞതല്ല, ഈ ഉസ്താദ് പറഞ്ഞാണ്. 3-4 ദിനേശ് വീഡിയോകൾ അവിടെ ഉണ്ടായതാണെന്ന് പറയുന്നതിൻ്റെ കാര്യം 3-4 മൊലിയർ കുട്ടികൾ ഓതാൻ പോയിട്ട് AP പള്ളിയിലെങ്ങാനും ഓതിയിട്ടുണ്ടാവും. AP സുന്നികളെയാണ് ദിനേശ് പീഡിയയിലേക്ക്, അതായത് അരിവാൾ സുന്നി എന്ന് പറയുന്നതിൻ്റെ വേറൊരു കാര്യമാണ് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത്. എന്തായാലും ഈ ഉസ്താദിൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ അത് നിങ്ങളെ കൂടി കേൾപ്പിക്കണം തോന്നി. അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.